ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്രികൾച്ചർ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരം നൽകുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI പുതിയൊരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അതായത് പുതിയൊരു നോട്ടിഫിക്കേഷൻ അവരുടൻ പുറത്തുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അസിസ്റ്റന്റ് ഗ്രേഡ് 3 എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. ഇത് ടെക്നിക്കൽ വിങ്ങിലേക്കാണ് വരുന്നത്. പ്രധാനമായിട്ടും അഗ്രികൾച്ചർ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതുമായിട്ട് അനുബന്ധ മേഖലയിലുള്ളവർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് BSc അഗ്രികൾച്ചർ ആണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത്. ഇത് കൂടാതെ മറ്റു ചില യോഗ്യത ഉള്ളവർ കൂടി അപേക്ഷിക്കാം. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് സുവോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഫുഡ് സയൻസ് ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ബിരുദമുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് കൂടാതെ ബിടെക് ഫുഡ് സയൻസിലുള്ളവർക്ക്, BE ഫുഡ് സയൻസിലുള്ളവർക്ക്, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് അല്ലെങ്കിൽ BE പോലുള്ള യോഗ്യതയുള്ളവർക്ക്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർക്ക്, ബയോടെക്നോളജിയിൽ നിങ്ങൾക്ക് BE അല്ലെങ്കിൽ ബിടെക് ഉണ്ടെങ്കിൽ, ഒപ്പം തന്നെ AICTEയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും യോഗ്യതയിൽ നിങ്ങൾ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതാണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളത്. ഇത് കൂടാതെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് കൂടി നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഒരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു ഉദ്യോഗാർത്ഥികളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ആ ഒരു മേഖലയിലേക്ക് വരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുവർണാവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCIയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഒരു സ്ഥാപനമാണ്. മാത്രമല്ല അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു തയ്യാറെടുപ്പോടുകൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി കരസ്ഥമാക്കാൻ പറ്റും. അതിനായിട്ട് ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ കൃത്യവും വ്യക്തമായ ഒരു പഠന മാതൃക മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയും. ഇതൊരു കേന്ദ്ര സർക്കാർ ജോലി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും നിയമനം ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് ഒരു ഫ്രീ വർക്ക്ഷോപ്പ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറാക്കുകയാണ്. ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ഇതിന്റെ സിലബസിനെ ഓവർകം ചെയ്യണം, സിലബസ് സമയബന്ധമായിട്ട് എങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റും, ഒപ്പം തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഇവയിൽ തന്നെ സിലബസിൽ ഓരോരുത്തർക്കും വരുന്ന വെയിറ്റേജ്, എങ്ങനെ സ്മാർട്ട് വർക്കിലൂടെ ചെറിയ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് നേടാൻ കഴിയും മുതലായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ പങ്കെടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങി നോട്ടിഫിക്കേഷൻ വന്ന് 2-3 മാസത്തിനുള്ള എക്സാമിനേഷൻ വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അതിനുള്ള കൃത്യമായ പഠന മാതൃക നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ നൽകുന്നുണ്ട്. ഈ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 27-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങാനുള്ള റൈറ്റ് ടൈമാണ്. അപ്പൊ എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.